മുസ്ലിം ലീഗിനും മുസ്ലിം മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘടനകൾക്കുമെതിരെയുള്ള നിലപാട് കർക്കശമാക്കാനുള്ള നീക്കവുമായി CPIM. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം സമുദായ പ്രീണന നയം CPIMനുണ്ടെന്ന പ്രചാരണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണിത്. അരക്ഷിതാവസ്ഥ കാരണം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ തീവ്രവാദ രാഷ്ട്രീയവും മതരാഷ്ട്രവാദവുമെല്ലാം വേരുറപ്പിക്കുന്നു എന്ന സ്ഥിതിയിൽ ആ അജണ്ട പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്ന് ദേശാഭിമാനി ചീഫ് എഡിറ്ററും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു. മഹേഷ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നതാണ് CPIMന്റെ സമീപനമെന്ന് വ്യക്തമാക്കുന്ന ലേഖനത്തിലാണ് മുസ്ലിം രാഷ്ട്രവാദമടക്കം ഉയർത്തുന്ന തീവ്ര നിലപാടുള്ള സംഘടനകളുമായി മുസ്ലിം ലീഗ് സഖ്യം ചേർന്നിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. കേരള വിഭജനം എന്ന മുദ്രാവാക്യം ഇത്തരം അജണ്ടയുള്ള ലീഗ് പക്ഷപാതികളിൽ നിന്നാണ് ഉയർന്നു വരുന്നതെന്ന് പുത്തലത്ത് ദിനേശൻ തുറന്നു പറയുന്നു. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുകയാണ്. ഇതിലൂടെ മുസ്ലിം സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുകയെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യമാണ് ലീഗ് ഏറ്റെടുക്കുന്നതെന്ന് CPM സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ദേശാഭിമാനി ചീഫ് എഡിറ്റർ വിമർശിക്കുമ്പോൾ ലീഗിനോട് CPMന്റെ മൃദു സമീപനം പുലർത്തിയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയും ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് സംഘപരിവാറിനെ ശക്തിപ്പെടുത്താൻ അവസരമൊരുക്കുകയും ചെയ്യുകയാണ് മുസ്ലിം ലീഗ്. രാജ്യത്ത് BJP ഉയർത്തിയ തീവ്ര വർഗീയ നിലപാടുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ മുതലെടുത്താണ് മുസ്ലിം വിഭാഗത്തിനിടയിൽ തീവ്രവാദ രാഷ്ട്രീയവും മതരാഷ്ട്രവാദവുമെല്ലാം വേരുറപ്പിക്കുന്ന സ്ഥിതിയുണ്ടായതെന്ന് പുത്തലത്ത് ദിനേശൻ വ്യക്തമാക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷമാണ് മതരാഷ്ട്രവാദത്തിന്റെയും തീവ്ര വർഗീയതയുടെയും ആശയങ്ങളുടെ പ്രചാരണം പൊതുവിൽ ശക്തി പ്രാപിച്ചത്. മുസ്ലിം ജനവിഭാഗത്തിൽ മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന തെറ്റായ ചിന്താഗതികളെ ചൂണ്ടിക്കാണിച്ചാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ വളരാൻ ശ്രമിക്കുന്നത്. മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരെ ദുർബലപ്പെടുത്തി മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിക്കുകയാണ് ലീഗ് ചെയ്യുന്നതെന്ന് പുത്തലത്ത് ദിനേശൻ ആരോപിച്ചു. മുസ്ലിം സമുദായ പ്രീണനം CPM നടത്തുന്നു എന്ന പ്രചാരണങ്ങളുടെ മുനയൊടിക്കുകയും മുസ്ലിം ലീഗിനോട് ഇനി മൃദു സമീപനമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ലേഖനം CPMന്റെ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി കാണണം. ഭരണഘടനയും റിപ്പബ്ലിക്കും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി CPM സ്വീകരിക്കുന്ന ന്യൂനപക്ഷ സംരക്ഷണ നിലപാടിനെ ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കാൻ പാർട്ടി ശ്രമിക്കുമെന്ന സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദന്റെ ലേഖനത്തിന്റെ തുടർച്ചയാണ് ലീഗിന്റെ ചുവടുമാറ്റവും CPM നിലപാടും എന്ന പുത്തലത്ത് ദിനേശന്റെ ലേഖനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.